നമസ്കാരം, ഇത് IBN മലയാളം. യോഗി ആദിത്യനാഥ് എന്ന മുഖ്യമന്ത്രി ഓരോ ദിവസവും വാർത്തകളിൽ നിറയുകയാണ്. ഇത്തവണ UP-യിലെ പെൺകുട്ടികളുടെ കുടുംബങ്ങൾക്ക് ഏറെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് പുറത്തുവരുന്നത്. പണമില്ലാത്തതിന്റെ പേരിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന കുടുംബത്തിലെ പെൺകുട്ടികളാരും ഇനി അവിവാഹിതരായി തുടരില്ല എന്ന ചരിത്രപരമായ ഒരു പ്രഖ്യാപനമാണ് യോഗി ആദിത്യനാഥ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വേണമെങ്കിൽ കേരളത്തിലെ സ്ത്രീപക്ഷ ഇടതു മതേതര സർക്കാരിന് ഈ UP മോഡൽ ഒന്ന് പരീക്ഷിക്കാവുന്നതാണ്. അർഹതയുള്ള പെൺമക്കൾക്ക് സർക്കാർ സ്കൂട്ടികളും നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതിനു പുറമെ 1001 ദമ്പതികളുടെ ഈ ബഹുജന പരിപാടി പ്രധാനമന്ത്രിയുടെ സബ്ജാ സാത്ത് സബ്ജാ വികാസ് എന്ന ആശയത്തിന് പുതിയൊരു മാനം നൽകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് ഇനി ഒരു ദരിദ്രന്റെയും മകൾ അവിവാഹിതയായി തുടരില്ല. അവരുടെ വിവാഹത്തിന് സർക്കാർ ഒരുക്കങ്ങൾ നടത്തുമെന്നും UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു. ബുധനാഴ്ച സംഘടിപ്പിച്ച ജൗൻപൂർ മഹോത്സവത്തിന്റെ അവസാന ദിവസമായ 1001 ദമ്പതികളുടെ സമൂഹ വിവാഹത്തിൽ നവദമ്പതികളെ അനുഗ്രഹിക്കാനെത്തിയ വേളയിലാണ് അദ്ദേഹം ഇങ്ങനെയൊരു പ്രസ്താവന നടത്തിയത്. സമൂഹ വിവാഹ പദ്ധതി ആരംഭിച്ചപ്പോൾ ആളുകൾ ചിരിക്കാറുണ്ടായിരുന്നു. ഇത് ദരിദ്രരെ അപമാനിക്കുന്നതായി പറയപ്പെട്ടു. പക്ഷേ ഇതുവരെ സംസ്ഥാനത്താകെ സമൂഹ വിവാഹ പദ്ധതി പ്രകാരം 4 ലക്ഷം ദമ്പതികളെ വിവാഹം കഴിപ്പിച്ചതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. പദ്ധതിയുടെ ആദ്യ വർഷം തന്നെ ഞങ്ങൾക്ക് 1 ലക്ഷം വിവാഹങ്ങൾ സംഘടിപ്പിക്കാനായി എന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു. കൂടാതെ ഈ പദ്ധതി പ്രകാരം ലഭിക്കുന്ന 35,000 രൂപ ഏപ്രിൽ 1 മുതൽ 1 ലക്ഷം രൂപയായി മാറുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനു പുറമെ അർഹതയുള്ള പെൺമക്കൾക്ക് സർക്കാർ സ്കൂട്ടികളും നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതിനു പുറമെ 1001 ദമ്പതികളുടെ ഈ ബഹുജന പരിപാടി പ്രധാനമന്ത്രിയുടെ സബ്ജാ സാത്ത് സബ്ജാ വികാസ് എന്ന ആശയത്തിന് പുതിയൊരു മാനം നൽകുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിൽ ഈ ഇരട്ട എഞ്ചിൻ സർക്കാർ യാതൊരു വിവേചനവുമില്ലാതെ പ്രവർത്തിക്കുന്നുവെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് IBN മലയാളം.